നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഒരിക്കൽ ഒരു കൊമ്പനാനയുടെ കഥ പറഞ്ഞില്ലേ, അരിക്കൊമ്പൻ? അതിനെ വരെ തളച്ചെന്ന്. മയക്കുവെടി വെച്ച് കാട് കടത്തിയ കൊമ്പൻ തിരിച്ചങ്ങ് ചിന്നക്കനാലിൽ എത്തി. ശാലിനി, GPS മാപ്പോ റഡാറോ ഒന്നും നോക്കിയല്ല കൊമ്പൻ തിരികെ എത്തിയത്. ലക്ഷ്യബോധം അത് മാത്രമേ ഉള്ളൂ തലയ്ക്കുള്ളിൽ. പിന്നെ കുറച്ചൊരു നിശ്ചയദാർഢ്യം. ഈ കൊമ്പനെ തളയ്ക്കാൻ നീ വെച്ച വെടിയൊക്കെ പാഴായി ശാലിനി. തോക്കില് വീണ്ടും ഉണ്ടെന്നിറക്കാൻ മെനക്കെടണ്ട. സമയവും അധ്വാനവും പാഴ്. സുസ്മിത ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിലേ ഒരു വഴിയേ ഉള്ളൂ. വെള്ള പുതപ്പിച്ചങ്ങ് തെക്കോട്ടെടുക്കണം. ആ, വിഷ്ണുവേട്ടൻ ചോദിച്ചില്ലേ ഞാൻ എങ്ങനെ വീണ്ടും ഇവിടെ എത്തിയെന്ന്? ശേഷിച്ച കാലം ഞാൻ കോടതിയും ജയിലുമായിട്ടൊക്കെ നരകിക്കുന്ന കരുതിയവർക്കുള്ള മറുപടിയായത്. പോലീസിനും കോടതിക്കും ഒക്കെ സത്യം ബോധ്യപ്പെട്ടു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലൊക്കെ എനിക്കിപ്പോ നല്ല മതിപ്പോ ആദരവോ കേട്ടോ. പ്രീതിക്ക് കൊടുക്കാനുള്ള പായസത്തിൽ ഞാൻ വിഷം ചേർത്തു എന്നുള്ളത് സത്യമാ. പറയുന്നത് മുഴുവൻ കേട്ടിട്ട് റിയാക്ട് ചെയ്യ വിഷ്ണുവേട്ടാ. ഞാൻ ചേർത്തത് പ്രോട്ടീൻ പൗഡറാ. പ്രീതിയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രോട്ടീൻ പൗഡറിൽ വിഷം ചേർത്തിരുന്ന കാര്യം എനിക്കറിയില്ലല്ലോ. പ്രോട്ടീൻ പൗഡർ എനിക്ക് തന്നത് വസുമതി ആന്റി. അവർക്ക് പ്രീതിയുടെ കുഞ്ഞിനോട് അത്രയും വിരോധം ഉണ്ടായിരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പ്രീതിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണേന്ന് പറഞ്ഞ് സ്നേഹം നടിച്ച് അവരെന്റെ കയ്യിൽ ഇത് തരുമ്പോ അതിൽ ഇങ്ങനൊരു കെണിയുണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കൃത്യം ചെയ്തത് താനാണെന്ന് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയാ പ്രീതിയുടെ കുഞ്ഞിനെ ഞാനാ ഇല്ലാതാക്കിയതെന്ന് സമ്മതിച്ചെന്ന് പറഞ്ഞ് അവര് കഥ മെനഞ്ഞത്. അത് വിശ്വസിച്ച പ്രീതി ഈ പാവം എന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു. എന്റെ കഴുത്തിന്റെ വേദന ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. പ്രീതിയോട് ദൈവം ക്ഷമിക്കട്ടെ. എന്താ നിങ്ങൾക്ക് ഇനിയും വിശ്വാസമായില്ലേ? ബസുമതി ആന്റി പ്രോട്ടീൻ പൗഡർ മേടിച്ച കടയിലെ ബില്ലും രേഖകളും എല്ലാം ഉണ്ട്. അതും പോരെങ്കിൽ അവര് പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കുന്ന CCTV വിഷ്വൽസും ഉണ്ട്. പ്രോട്ടീൻ പൗഡറിൽ വിഷം കലർന്നു ഫോറൻസിക്കാര് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ആദ്യമൊക്കെ ഞാൻ അവരുടെ കൂടെ പോയി വെറുതെ ഇരിക്കുകയുണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ അത് ഉപയോഗിച്ചിട്ട് ആടുകയും പാടുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ചിരിക്കും. പിന്നെ ഓരോരുത്തരായി എന്നെ നിർബന്ധിച്ചു തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ പിടിച്ചു നോക്കി. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലൊരാളുടെ ബർത്ത്ഡേക്ക് ഈ ഒരു ഒറ്റ തവണത്തേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞാൻ വീണു പോയത് അമ്മ. രാജീവ് സാറിന് ഇതിന്റെയൊക്കെ സൂചനകൾ കിട്ടുന്നുണ്ടായിരുന്നു. ഒരേട്ടന്റെ കരുതലോട് സാറിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ആ സാറിന് വരെ ഞാൻ രാജീവ് സാറിനെ കുറിച്ച് പറഞ്ഞതൊക്കെ കള്ളമ്മ. സ്വപ്നത്തിൽ പോലും സാറിനെ മറ്റൊരർത്ഥത്തിൽ കണ്ടിട്ടില്ല. മയക്കുമരുന്നിനോടുള്ള ആസക്തി, ഭ്രാന്ത്, ഇതൊക്കെ എന്നെ കൊണ്ട് അങ്ങനെ പറയിച്ചത്. ഇവിടെ ആരും അത് വിശ്വസിച്ചിട്ടില്ല മോളെ. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയ സാറിനെ രക്ഷിച്ചത്. സാറില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ മോളെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഞാൻ പറഞ്ഞതിന് പ്രായശ്ചിത്താവില്ല അമ്മ.
ഒന്നും വേണ്ട. നിന്നെ ഞങ്ങൾക്ക് പഴയ ശ്യാമയായിട്ട് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. നീയല്ല, നിന്റെ ഉള്ളിലെ മയക്കുമരുന്ന ഇതൊക്കെ ചെയ്യിച്ചെന്ന് ഞങ്ങൾക്കറിയാം. മോളെ, നിന്റെ ചിരിയും കളിയും കുസൃതിയും എല്ലാം ഈ വീട്ടിൽ നിറയണം. പോട്ടെ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് എന്റെ മോൾ കരുത്. ആ നശിച്ച സാധനം ഇനി ഉപയോഗിക്കില്ലെന്ന് നീ എനിക്ക് വാക്കുതാ. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ അമ്മേ. ജീവിതത്തിൽ ഒരിക്കലും ഞാനിനി മയക്കുമരുന്ന് കൈകൊണ്ട് തൊടില്ല. ഇത് സത്യം. പകരം അമ്മ എനിക്കൊരു വാക്ക് തരണം. എന്താടി? ഒരു 4 ദിവസത്തേക്ക് അമ്മ എന്നെ പുറത്തെവിടേക്കും വിടരുത്. പുറത്തു പോയ ചിലപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് സംശയം അമ്മ. മോളെ, പുറത്തു പോവാൻ ചിലപ്പോ ഞാൻ വാശി പിടിച്ചെന്നിരിക്കും. പിന്നെ മറ്റാരും സമ്മതിക്കുന്നില്ല എന്ന് കണ്ട കണ്ണു വെട്ടിച്ച് പോകാൻ നോക്കിയെന്നുമിരിക്കും. അതുപോലെ തടയാൻ ശ്രമിക്കുന്നവരെ ആക്രമിച്ചെന്നുമിരിക്കും. എന്നാലും എന്നെ എങ്ങനെയും പിടിച്ചു നിർത്തണേ അമ്മ. അമ്മയുടെ ഒപ്പം ആ പഴയ ശ്യാമയെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് അമ്മ. എന്നെ പുറത്തു വിടല്ലേ അമ്മ. ഇല്ലടി, വിടില്ല. നിന്നെ അങ്ങനെ വിട്ടു കൊടുക്കില്ല ഒരു ലഹരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.